ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ആദ്യമേ 2-3 അറിയിപ്പുകൾ പറയാം. ഒന്ന്, എൻ്റെ പലരും ചോദിക്കാറുണ്ട്, സാറേ അവിടെ ട്രിവാൻഡ്രത്ത് ഓഫീസിൽ വന്നിരുന്ന് ട്രേഡിംഗ് പഠിച്ച് സാറിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം എനിക്കത് ആദ്യം കുറച്ച് ഇവിടെയുള്ള ഓഫീസിൻ്റെ സെറ്റപ്സും ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം പുതിയൊരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 6 സീറ്റേ ഉള്ളൂ. അതിലിപ്പോൾ 2 സീറ്റ് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4 സീറ്റ് മാത്രമേ വേക്കൻ്റ് ഉള്ളൂ. അപ്പം അതിൽ വരുന്നത് സാറ്റർഡേസിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഫ്രൈഡേയിൽ എൻ്റെ കൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ സെറ്റപ്സും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് ലൈവായിട്ട് മാർക്കറ്റിൽ എൻ്റെ ഫിസിക്കൽ പ്രസൻസോട് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വയ്ക്കും. സോ അതാണ് ഓഫ്ലൈൻ സെഷൻ്റെ ഒരു ഇത്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. രണ്ടാമത്, ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 14 എൻ്റെ കഴിഞ്ഞ വർഷം നടത്തിയ ഡെസ്റ്റിന 2025 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ 1 ഇയർ ആനിവേഴ്സറി ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 14 നടത്തുകയാണ്. സോ ഇതിൽ നമ്മൾ 4 സ്പീക്കേഴ്സ്, 4 സ്പീക്കേഴ്സ്, ഞാൻ ഉൾപ്പെടെ 4 സ്പീക്കേഴ്സ് കാണും. ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള പാനൽ ചർച്ച ചെയ്ത് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റിങ്ങിനും കുറിച്ചുള്ള ഒരു 1 ഡേ ഈവന്റ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം. ലിമിറ്റഡ് പാർട്ടിസിപ്പൻസ് മാത്രമേ അതിൽ ഇപ്പോൾ അലൗഡ് ആയിട്ടുള്ളൂ. ഒരു കുറച്ച് 10-200 മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ഇത് 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അറിയിപ്പ് ആയിട്ട് പറയാനുള്ളത്. മൂന്നാമതൊരു കാര്യങ്ങളുണ്ട്. MCX കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് MCXന് സപ്പോർട്ട് പ്ലാൻ കൊടുത്തു തുടങ്ങിയത്. സോ ഈ MCXന് സപ്പോർട്ട് പ്ലാൻ കൊടുത്തു തുടങ്ങിയതിനു ശേഷം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു മിനിമം 50,000 ഉള്ള ഒരാൾക്ക് ട്രേഡിംഗ് തുടങ്ങിയതിനു ശേഷം അവർക്ക് മിനിമം റിട്ടേൺ ഓൾമോസ്റ്റ് 60-50% റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തതിന്റെ. സോ അതിന് വെറും ചാർജ് ചെയ്യുന്നത് മന്ത്ലി 5,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിപ്പോൾ ക്വാർട്ടറിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ അടുത്ത ആഴ്ച തൊട്ട് പുതിയ അതിന്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഓഫ്ലൈൻ സെഷന് ഈ വരാവുന്ന ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഫെബ്രുവരി 14 ഡെസ്റ്റിന 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. മൂന്നാമത് MCXന് സപ്പോർട്ട് പ്ലാൻ. ഇതാണ് 3 ചെറിയ അറിയിപ്പ്. ഇത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ വ്യൂവിലേക്ക് പോകും. സോ കഴിഞ്ഞ ആഴ്ച അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് തന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് 15 ഹോളിഡേ ആയിരുന്നു. അപ്പം നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ, തേഴ്സ്ഡേ ഹോളിഡേ ആയിരുന്നു. 4 ദിവസം മാത്രമേ മാർക്കറ്റ് ആക്ച്വലി ട്രേഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, മിഡ് ക്യാപ്പ് നമ്മുടെ ഫ്രൈഡേയിൽ ഇറങ്ങി വന്ന ഒരു ട്രെൻഡിങ് ഡൗൺ ഡേയുടെ POCയുടെ താഴെ തന്നെയാണ് അവൻ കിടന്ന് താളം ചോട്ടുന്നത്. അതായത് അവനെ കൊണ്ട് ഫ്രൈഡേയുടെ ഹൈക്ക് മുകളിൽ ആ ഒരു POCയുടെ മുകളിൽ ഇതുവരെ ഒരു കോൺഫിഡൻസ് ഒരു ബ്രേക്ക് ഔട്ട് തന്നെ ശ്രമിച്ചിട്ടില്ല. മൺഡേയിൽ C പീരീഡ് അവിടെ നിന്ന് ഡൗൺ വേഡ് വന്നു. ഇന്നലെയും C പീരീഡ് അവിടെ നിന്ന് ഡൗൺ വേഡ്. ചുരുക്കി പറഞ്ഞാൽ 13,848 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് ഞാൻ മിഡ് ക്യാപ്പിൽ കാണുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ഒരു ചാൻസ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി പക്ഷേ ആ ഫ്രൈഡേയിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ പറയാം, ബാങ്ക് നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല. ഇവിടെ തന്നെ കിടന്ന് പറയല്ലേ, ഈ ബാധ ഒരിടത്തും ഒഴിഞ്ഞു പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ കിടന്ന് പറകുമെന്ന് പറയുന്നില്ല. ബാങ്ക് നിഫ്റ്റി എവിടെ നിന്നാണോ അടി തുടങ്ങിയത്, ഈ 60,200 ഭാഗത്തേക്ക് തിരിച്ച് ആ ഭാഗത്തിലേക്ക് അടുപ്പിച്ചൊക്കെ ഒന്നാണ് POC ഒന്ന് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്താണ് കഴിഞ്ഞ വീക്കിന്റെ ആ ഒരു ഏരിയയുടെ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് അവൻ കടന്ന് പോയിട്ടുണ്ട്. പക്ഷെ മിഡ് ക്യാപ്പ് പോയിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു ഒരു ബാലൻസിങ്ങിന്റെ മോഡ്, ആ ബാലൻസിങ് മോഡ് വെറ്റിയിട്ട് തിരിച്ചൊന്ന് കയറി നിന്ന ഒരു വീക്കായിരുന്നു. കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോർമൽ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇതാണ് നമ്മുടെ ഫ്രൈഡേ. മിഡ് ക്യാപ്പ് ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. പക്ഷെ തിരിച്ച് ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു നോർമൽ വീക്ക് അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഒക്കെ മാത്രമേ ഉള്ളൂ. അതായത് വലിയ മെച്ചമുള്ള, അതായത് പൈസ കിട്ടിയോ കിട്ടിയില്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു വീക്കായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതേപോലെയാണ് നിഫ്റ്റി.
കഴിഞ്ഞ ആഴ്ച നമ്മളെ ഫ്രൈഡേയിൽ വന്ന സെല്ലിങ്ങിന്റെ ഭാഗത്ത് കഴിഞ്ഞ ട്യൂസ്ഡേയിലും അവൻ സെല്ലിംഗ് പ്രഷർ എടുത്ത് താഴേക്ക് വന്നു. ഇന്നലെയും അവൻ കൃത്യമായിട്ട് അവിടെ നിന്ന് പ്രഷർ എടുത്ത് വന്നു. ചുരുക്കി പറഞ്ഞ എന്താണ് നമ്മുടെ ഇത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ അതായത് 25,870 മുകളിൽ ഒരു കംഫർട്ടബിൾ ക്ലോസ് തരാത്തോളം കാലം നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെന്റത്തിനെ കുറിച്ച് ഞാനത് ചിന്തിക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ചെറിയൊരു നോർമൽ ബാലൻസ് വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത്. നിങ്ങൾ നോക്കാൻ പറയാൻ പറ്റും പക്ക ഇത് മണ്ടേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്കായിരുന്നു. അങ്ങനെ ഒരു പക്ക ഒരു നോർമൽ വീക്ക് ആയിരുന്നു നമുക്ക് വന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ നമ്മളെ പി ഒ സി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പി ഒ സി കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു പക്ക ഒരു ബാലൻസ് ആണ്. നിഫ്റ്റിയിൽ ഒരു 25,914 എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 26,159 എന്ന് പറഞ്ഞ വിഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആണ്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു വീക്ക്ലി ബ്രേക്ക്ഔട്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നത് ഈ 25,915 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,159 ഭാഗത്തേക്ക് പോവാം. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കും ഈ ആഴ്ച നിങ്ങൾ നോക്കിയാൽ ഈ നോക്ക് ഇത് പക്ക ബാങ്ക് നിഫ്റ്റി റേഞ്ച് ആണ്. നമ്മൾ ഈ വീക്കിലി ഞാൻ ഈ പറഞ്ഞ ബാങ്ക് നിഫ്റ്റി നവംബർ 17 തൊട്ട് ഒരേ റേഞ്ച് ആണ്. നിങ്ങൾ ഈ പ്രൊഫൈൽ ഇങ്ങനെ അങ്ങ് മെർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് അവൻ കിടന്ന് കറങ്ങണത്. നിങ്ങൾ നോക്ക് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് എന്തേലും മാറ്റം ഉണ്ടോ നോക്ക് ബാങ്ക് നിഫ്റ്റി ഒരു മാറ്റവും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. ബാങ്ക് നിഫ്റ്റി പക്ക പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ ആഴ്ചകളായിട്ട് ഇത് ശ്രദ്ധിച്ചു നോക്ക്. ആ നവംബർ 10 വന്ന ആ വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയതിനു ശേഷം കൃത്യമായിട്ട് പറഞ്ഞ 58,800-നും 59,600-നും ഇടയ്ക്കുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു ബാലൻസ് കൃത്യമായിട്ട് തന്നു നിൽക്കുകയാണ്. അപ്പൊ ഒരിടത്തും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് മൂവോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഒരു റേഞ്ച് എടുത്ത് തന്നെയാണ് കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കൃത്യമായിട്ട് പറയണമെങ്കിൽ എനിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് പറയാനുള്ളത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീക്കിൽ എന്താണ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. കഴിഞ്ഞ വീക്കിന്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വന്ന് വാല്യൂ ഏരിയ ഈ 60,302 ഭാഗത്തിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 60,302 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ നിന്നാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക്ഔട്ടിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റി 60,300-നും ഈ 59,600-നൊക്കെയുള്ള ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 59,900 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ 59,544 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ചെറിയൊരു വേരിയേഷൻ ഒന്നും എന്നാൽ കൂടെ ഈ 13,820 ഭാഗത്ത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് പിടിക്കുന്നുണ്ട്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,820 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പി ഒ സി കഴിഞ്ഞ ആഴ്ചയുടെ പി ഒ സി ആയ 13,960 ഇപ്പൊ ഈ ആഴ്ച അല്ല കഴിഞ്ഞ ആഴ്ചയുടെ പി ഒ സി ആയ 13,963 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഒരു വീക്കിലി പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബാലൻസിങ്ങിന്റെ മൂവിലേക്ക് തുടങ്ങി. ഇനി വരാൻ പോകുന്ന 2 ആഴ്ച നമ്മുടെ ബഡ്ജറ്റിന് മുമ്പെയുള്ള ആഴ്ചയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യൂഷ്വലി പണ്ടൊക്കെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രീ ബഡ്ജറ്റ് റാലി, പോസ്റ്റ് ബഡ്ജറ്റ് മാർക്കറ്റ് മൂവ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തിലും അതിന് മുമ്പത്തെ വർഷത്തിലും അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. പൊതുവെ ഒരു പ്രീമിയം ഈറ്റായി വിക്സ് 11-ന് മുകളിൽ പോകാൻ വളരെ പാട് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയെ കൂടെയാണ് കൃത്യമാണ്. വലിയൊരു പാടാണ് വിക്സ് ഓപ്ഷൻസ് മൂവ് ചെയ്യുന്നില്ല. ഷാർപ്പ് ബൈങ്, ഷാർപ്പ് സെല്ലിങ്, 2 സൈഡിലും ആൾക്കാരെ വെട്ടി കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായ വൃത്തിയുടെ ബുച്ചേർഡ് ബൈ മാർക്കറ്റ് മൂവ്സ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വ്യക്തമായിട്ട് ഈ ഒരു കറണ്ട് സ്ട്രക്ചറിൽ ആപ്ലിക്കബിൾ ആയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് ആയിരുന്നു, ചെറിയൊരു നോർമൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ വീക്ക് അപ്പായിരുന്നു. നിഫ്റ്റി ഒരു പക്ക ഒരു ബാലൻസ് വീക്ക് ആയിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ട്രെൻഡിങ് ഡൗൺ വന്ന ആ ഒരു വീക്കിന്റെ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെ ഇപ്പോഴും ഒരു സർവൈവൽ എടുക്കാൻ പറ്റാതെ പാടുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് കൃത്യമായിട്ട് മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു വീക്കിലി വ്യൂവിന്റെ കാര്യം പറയുന്നത്. അതേസമയം ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇനി ഡെയിലി ഉള്ള നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു വ്യൂ നോക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 4 ദിവസവും ഒരു പക്ക ഒരു ബാലൻസ് ആയതുകൊണ്ട് ഞാൻ പ്രൊഫൈലിൽ അങ്ങ് മെർജ് ചെയ്യാണ്. ആ പ്രൊഫൈലിൽ മെർജ് ചെയ്തത് ഞാൻ യൂട്യൂബിലും മറ്റെവിടെയൊക്കെ കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ നോക്കിയാൽ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് വീക്കാണ്. ഇപ്പം കഴിഞ്ഞു പോയ എത്രയാണ് ഫ്രൈഡേ വെള്ളിയാഴ്ച തൊട്ട് ഇതുവരെ നിഫ്റ്റിയുടെ റേഞ്ച് എന്നാ നോക്കിയാൽ 25,826-നും 25,648-ന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എക്സാക്ട്ലി ആ റേഞ്ച് പി ഒ സി ഉണ്ടല്ലോ
ആ ഒരു 5 ദിവസത്തെ ബാലൻസിന്റെ POC ആയി 25,700 ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലെവൽ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഏത് വരയ്ക്കും, ഇനി ഈ റേഞ്ചിന്റെ POC ആയിരിക്കും ഞാൻ വരയ്ക്കണത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്കത് അറിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഒരു ഈസി ആയിട്ടൊരു എന്തുവാണ് ഒരു അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എന്തുവാണ് വല്ലാതെ വരച്ചു വെച്ചിട്ട് ഒരു കാര്യമോ ഒരു ലെവൽ കൃത്യമായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റിയിട്ട് ഒരു കൃത്യമായിട്ട് പറഞ്ഞ ആ ലെവൽ അങ്ങ് കൃത്യമായിട്ട് വരയ്ക്കണം. നമുക്ക് നിഫ്റ്റി നോക്കാം. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി റേഞ്ച് POC സെയിം ആണ്. ഞാൻ ഇപ്പൊ നോക്ക് 25,703 കാണുന്ന നമ്മുടെ റേഞ്ചിന്റെ POC എത്രയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,701 ഇപ്പൊ 700 ചെയ്യാം. 25,700 നിഫ്റ്റിയുടെ POC. ഇപ്പൊ റേഞ്ച് POC ഞാനൊന്ന് തട്ടി എന്താക്കി 75,700 ഭാഗത്തേക്കൊന്ന് മാറ്റി. ഇനി എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഏരിയ 25,870 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ഇപ്പൊ എത്രയാണ് ഞാൻ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് പറയില്ലേ, എന്റെ ടച്ചപ്പും പാച്ചപ്പ് ഒക്കെ ചെയ്ത് മാറ്റാം. 25,870 മുകളിൽ 25,870 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് എവിടെ പോകാം, ഈ 25,920 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആണ്. അതായത് നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC 25,920 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ 920 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 25,960 ഭാഗത്ത് എത്രയാണ് 25,965 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഈ 25,965 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 26,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 25,920, 25,965, 26,000 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയേണ്ട ഒരു റെഫറൻസ് ലെവലുകൾ. ഇനി താഴേക്ക് എന്ന് പറഞ്ഞാൽ 25,648 600 താഴെ തന്നെയാണ് ഇപ്പോഴും. 25,600 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇതാണ് നിഫ്റ്റിയുടെ ആ ഒരു റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലെല്ലാം പൊട്ടി ഒന്ന് കയറി ക്ലോസ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ചെറിയൊരു മൂവ്മെന്റ്, ഒരു ഓൾമോസ്റ്റ് ഒരു P ഷേപ്ഡ് മൂവ്മെന്റ് ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു P ഷേപ്ഡ് അല്ലെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെന്റം IB തന്നെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ഓൾമോസ്റ്റ് P ഷേപ്ഡ്, നോർമൽ വേരിയേഷൻ അപ്പ് എന്നൊക്കെ പറയാം, ഷേപ്പ് P ആണ്. സോ POC വന്നേക്കുന്ന 60,063 ഭാഗത്താണ് POC. സോ 60,063 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ബൈ എന്ന് ഞാൻ പറയുമ്പം 60,210 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് നിൽക്കൂ. അതായത് പഴയ ഒരു POC ആണ്. 60,210 മുകളിൽ നിൽക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 60,376 ഭാഗത്തേക്ക് പോവാം. 60,376 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ എത്രയാണ് 60,470 ഭാഗത്തേക്ക് 6470 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60,600. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവലാണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ അപ്സൈഡ് റെഫറൻസ് ലെവൽ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് കൃത്യം 59,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് 59,800 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,692 പഴയ ഒരു POC ആണ്. ഇന്ന് A പീരീഡ് സിംഗിൾ പ്രിന്റിന്റെ ഇന്നലത്തെ ആ ഒരു ഏരിയ 69,600 ഭാഗത്തേക്ക് പോവാം. അതിന് താഴെ നിൽക്കുമ്പോൾ 59,580 ഭാഗത്തേക്ക് എത്രയാണ് 59,580 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 59,452 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ഈ ലോ. അപ്പൊ ഈ 59,452 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും ഒരു ബൈയിങ് മൊമെന്റം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ടാർഗറ്റുകൾ വലുതായിട്ടൊന്നും ഇല്ല. കാരണം വളരെ റേഞ്ച് കുറവായത് കൊണ്ട് ഇത് കൃത്യമായിട്ട് ഈ റെഫറൻസ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ഫോക്കസ് ചെയ്യാം. ഇനി അടുത്ത വരുന്നത് മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു റേഞ്ച് ആയിരുന്നു. ഇന്നലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ഒരു ദിവസമായിരുന്നു ഇന്നലെ വന്നത്. ഫെയിൽഡ് ഓപ്ഷൻ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഹയർ പ്രൈസിൽ ഉണ്ടായിരുന്നു. 13,803 POC. ഇപ്പൊ നമുക്ക് ആദ്യം ഒന്ന് POC എന്ന് മാറ്റാം. 13,803 POC. 13,803 POC വന്നിരിക്കുന്നത്.
ഇനി ബുള്ളിഷ് ഷഫർ എന്ന് പറഞ്ഞാൽ 13,850 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് 13,850 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ 13,850 13,850 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബൈ എവിടെ പോകും? ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്രയാണ്? 13,800. ഫസ്റ്റ് ടാർഗറ്റ് 13,890 13,890 ഭാഗത്തേക്ക് പോകും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,934 13,934 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് 13,900 എത്രയാണ്? ഈ സിയുടെ ഹൈ 13,989. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,989. R3 എന്ന് പറഞ്ഞാൽ 13,989 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറയുന്നതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള അപ്സൈഡ് റഫറൻസ് ലെവലുകൾ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് സെല്ലിംഗ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 13,631 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിന് 634 13,631 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 13,591 നമ്മളെ പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ലോ ആണ് 13,591. അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്തത് 13,545 തേർഡ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 13,545. അതിന് താഴെ തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,500 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ ഒരു റെഫറൻസ് ലെവലുകളാണ് കൃത്യമായിട്ട് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വേറെ അങ്ങനെ വലിയൊരു പാട് പിടിച്ച മാർക്കറ്റ് ഒന്നുമല്ല. പക്ഷെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് കിടന്ന് കളിക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. നല്ല മൂവ്മെന്റ് മാർക്കറ്റ് വരാൻ പോവുകയാണ് ബഡ്ജറ്റിന് മുമ്പ്. അപ്പം കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് വ്യക്തമായിട്ട് എക്സ്പ്ലോർട്ട് ചെയ്ത് അതിനെ യൂസ് ചെയ്ത് പ്രോഫിറ്റബിൾ ട്രേഡിലേക്ക് പോവാം. സോ ആദ്യം പറഞ്ഞ 3 അറിയിപ്പുകൾ നോക്കുക. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ എല്ലാത്തിലും ഉള്ളൂ. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് മാക്സിമം നെറ്റ്വർക്ക് ചെയ്ത് നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ കരിയറിനെ ഒന്ന് സ്പാൻ ഔട്ട് ചെയ്ത് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ്